നമസ്കാരം. 2014 മുതൽ 2024 വരെ 10 വർഷം ഈ രാജ്യം ഭരിക്കുന്ന BJP മൂന്നാം തവണയും അധികാരത്തിൽ എത്തുവാൻ വേണ്ട തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം നടത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ അതിനെ പ്രതിരോധിക്കുവാൻ കോൺഗ്രസ്സിന് ഒറ്റയ്ക്ക് കഴിയില്ല എന്ന ബോധ്യമുള്ളതുകൊണ്ട് തന്നെ ഇന്ത്യ സഖ്യം എന്ന ഒരു മഹാസഖ്യത്തെ രൂപീകരിച്ചുകൊണ്ട് BJP സർക്കാരെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുവാനുള്ള തന്ത്രങ്ങളും മെനഞ്ഞു കഴിഞ്ഞു. ഇനി അറിയേണ്ടത് ജനം ആർക്കനുകൂലമായി വിധി എഴുതി എന്നുള്ളതാണ്. 6 ഘട്ട തെരഞ്ഞെടുപ്പും അവസാനിച്ച് 7ാം ഘട്ടത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ് രാജ്യം. 7ാം ഘട്ട തെരഞ്ഞെടുപ്പ് കൂടി അവസാനിക്കുമ്പോൾ അറിയാം 18ാമത്തെ മന്ത്രിസഭ ആര് ഭരിക്കുമെന്ന്. എന്നാൽ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലുമൊക്കെയുള്ള മാധ്യമങ്ങളുടെ സർവേ ഫലത്തിൻ്റെ അടിസ്ഥാനം ഇരുകൂട്ടർക്കും തുല്യാതുല്യം ശക്തിയാണ് എന്ന് തന്നെയാണ്. NDAയും ഇന്ത്യയും മത്സരിക്കുമ്പോൾ കേവല സീറ്റുകളുടെ മാത്രം വ്യത്യാസമാണ് ഇരുകൂട്ടർക്കുമുള്ളത്. അവിടെ പ്രാധാന്യം ഏറെ ലഭിക്കുക NDA സഖ്യത്തിനൊപ്പമോ ഇന്ത്യ സഖ്യത്തിനൊപ്പമോ നിൽക്കാത്ത ചില പ്രാദേശിക പാർട്ടിക്കാണ്. അതായത് തൃണമൂൽ കോൺഗ്രസ് പോലെയുള്ള YSR കോൺഗ്രസ് പോലെയുള്ള പാർട്ടികൾക്ക്. അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള വിധി, എങ്ങനെയായിരിക്കും മന്ത്രിസഭ രൂപീകരിക്കുവാൻ പോകുക എന്നുള്ളതൊക്കെ ആകാംക്ഷ ഉണർത്തുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നാലും ഏറ്റവും ഒടുവിൽ മൂന്നാം തവണയും അധികാരത്തിലെത്തുവാൻ കഴിയുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് BJP പ്രവർത്തകരും നേതാക്കന്മാരും മാധ്യമങ്ങൾക്ക് മുമ്പിലും അല്ലാതെയും ഒക്കെ പ്രതികരിക്കുന്നത്. ഇവിടെ ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ കരുത്ത് രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രാദേശിക തലത്തിൽ ശക്തിയാർജിച്ച് നിൽക്കുന്ന സമാജ്വാദി പാർട്ടിയെ പോലെയുള്ള പാർട്ടികൾ, അല്ലെങ്കിൽ പ്രാദേശിക ഘടകങ്ങളായി നിൽക്കുന്ന CPM പോലെയുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെയൊക്കെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു വലിയ സഖ്യം രൂപീകരിച്ച് അങ്ങനെ പ്രാദേശിക പിൻബലം കൂടി ലഭിക്കുമ്പോൾ 10 വർഷത്തെ ഇടവേളകൾക്ക് ശേഷം കോൺഗ്രസിന് അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് അധികാരത്തിലെത്താമെന്ന ഒരു ആത്മവിശ്വാസമാണ് ഉള്ളത്. NDA സർക്കാരിൻ്റെ ആത്മവിശ്വാസത്തെ തകർക്കുവാൻ കഴിയുന്ന തരത്തിലേക്കുള്ള നടപടികളും തീരുമാനങ്ങളുമൊക്കെ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം മുതൽ അവസാന ഘട്ടം വരെ ഉണ്ടായിട്ടുണ്ട്. എന്നാലും തെരഞ്ഞെടുപ്പിൻ്റെ അവസാന വേളകളിൽ അവസാന കൈ പ്രയോഗമായി കോൺഗ്രസ് ചില തീരുമാനങ്ങളും ചില നടപടികളും ചില കണക്കുകൂട്ടലുകളുമൊക്കെ നടത്തുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 80 മുതൽ 100 സീറ്റ് വരെ കിട്ടുമെന്നാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത്. BJP ഇതര പാർട്ടികളെയെല്ലാം ഒന്നിച്ചു കൊണ്ടുവരുവാനുള്ള ശ്രമം തന്നെയാണ് കോൺഗ്രസ് നടത്തുന്നത്. തെക്കേ ഇന്ത്യയിലെ പാർട്ടികളുമായി തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ സംസാരിക്കും. ഒപ്പം BJPയിൽ നിന്ന് 30ഓളം സീറ്റുകൾ പിടിച്ചെടുക്കുവാൻ കഴിയുമെന്ന് കോൺഗ്രസ് നേതാക്കൾ അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാമാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ ഏറ്റവും വലിയ ആത്മവിശ്വാസവും. ഇന്ത്യ സഖ്യത്തിലെ എല്ലാ പാർട്ടികളെയും ഒരുമിച്ച് നിർത്താനും കൂടുതൽ പാർട്ടികളെ കൂടെ കൊണ്ടുവരുവാനുള്ള കോൺഗ്രസ് ശ്രമം വിജയിച്ചാൽ അത് വലിയൊരു മാറ്റത്തിന് കാരണമാകും. തെക്കേ ഇന്ത്യയിൽ YSR കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളുമായി MK സ്റ്റാലിൻ സംസാരിച്ചേക്കും. 2014 44 സീറ്റും 2019 52 സീറ്റുകളും മാത്രമാണ് കോൺഗ്രസിന് വിജയിച്ച് നേടുവാൻ സാധിച്ചത്. അവിടെയാണ് കോൺഗ്രസ് ഇക്കുറി 80 മുതൽ 100 സീറ്റ് വരെ ലഭിക്കും എന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. ഇത്തരത്തിൽ വലിയ പ്രതീക്ഷകളാണ് കോൺഗ്രസ് വെച്ചു പുലർത്തുന്നത്. കേരളത്തിലും കർണാടകയിലും തെലങ്കാനയിലും തമിഴ്നാട്ടിലുമായി 50 സീറ്റാണ് പാർട്ടി കണക്കുകൂട്ടുന്നത്. ഹരിയാനയിൽ നിന്ന് കിട്ടുന്ന സൂചനകൾ അനുകൂലമാണെന്നും 6-7 സീറ്റുകൾ പാർട്ടി നേടുമെന്നും നേതാക്കൾ അവകാശപ്പെടുന്നുമുണ്ട്. കഴിഞ്ഞ തവണ 9 സീറ്റുകൾ നേടിയ പഞ്ചാബിലും AAPയേക്കാൾ കൂടുതൽ സീറ്റുകൾ കോൺഗ്രസിനായിരിക്കും എന്നാണ് പാർട്ടി കണക്കുകൂട്ടുന്നത്. രാജസ്ഥാൻ, ബീഹാർ, ദില്ലി, UP, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലും കോൺഗ്രസ് നേടും എന്ന പ്രതീക്ഷയും അവരുടെ ഉള്ളിലുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് 200-ലേറെ റാലികളിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തത് എന്നത് ശ്രദ്ധേയമാണ്. 80-ലധികം അഭിമുഖങ്ങളും വിവിധ മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അദ്ദേഹം. കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പ്രചരണായുധമായിരുന്ന പ്രിയങ്ക ഗാന്ധി 100-ലേറെ റാലികളിൽ പങ്കെടുത്തു. വാശിയേറിയ പ്രചരണത്തിന് തിരശ്ശീല വീണിരിക്കുന്ന സാഹചര്യത്തിൽ 7 ഘട്ടങ്ങളിലായുള്ള തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടമാണ് ശനിയാഴ്ച നടക്കുക. പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, ചണ്ഡീഗഡ്, ഉത്തർപ്രദേശ്, ബംഗാൾ, ബീഹാർ, ഝാർഖണ്ഡ്, ഒഡീഷ എന്നിവിടങ്ങളിൽ 57 മണ്ഡലങ്ങളിലായാണ് അവസാനഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. ചൊവ്വാഴ്ച വോട്ടെണ്ണി ഫലം പ്രഖ്യാപിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരണാസി അടക്കമുള്ള മണ്ഡലങ്ങളിലാണ് നാളെ വിധി കുറിക്കുക. അതിനിടെ നരേന്ദ്രമോദി കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ ധ്യാനം തുടങ്ങിയിട്ടുണ്ട്. നാളെ ഉച്ചകഴിഞ്ഞ് അദ്ദേഹം മടങ്ങും. മൂന്നാം സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങടക്കം പ്ലാൻ ചെയ്യുകയാണ് BJP. ഇതിനോടകം തന്നെ
പ്ലാനിങ്ങും ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. 400-ലധികം സീറ്റുകൾ നേടുമെന്നാണ് പ്രചാരണ റാലികളിൽ പ്രധാനമന്ത്രി അടക്കമുള്ള BJP നേതാക്കന്മാർ അവകാശപ്പെട്ടിട്ടുള്ളതും. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രാദേശിക പാർട്ടിയുടെ പിന്തുണകളൊക്കെയാണ് ഏറ്റവും വലിയ ആത്മവിശ്വാസമായി ഇന്ത്യ സഖ്യം മുൻപോട്ട് വയ്ക്കുന്നത്. പക്ഷേ BJPയെ സംബന്ധിച്ച് 300-ലധികം സീറ്റുകൾ നേടിയിരുന്ന BJP ഇക്കുറി 400-ലധികം സീറ്റുകൾ നേടുമെന്നാണ് ആത്മവിശ്വാസത്തോടു കൂടി ആദ്യഘട്ടം മുതലേ പറഞ്ഞിരുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്കൊക്കെ എത്തിയപ്പോൾ ആദ്യഘട്ടത്തിൽ BJP തന്നെ അധികാരത്തിലെത്തുമെന്ന് അടിയുറച്ചു പറഞ്ഞിരുന്ന പല മാധ്യമങ്ങളും അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ അത് ഇന്ത്യ സഖ്യത്തിനും അനുകൂലമായ ചില തരംഗങ്ങൾ ഇന്ത്യ ഒട്ടാകെ അലയടിക്കുന്നുണ്ട് എന്ന ചില വാർത്തകളൊക്കെ പുറത്തുവിട്ടിരുന്നു. മുഖ്യധാരയിൽ പ്രചരണങ്ങൾക്കെല്ലാം കൃത്യമായി നേതൃത്വം നൽകുന്നത് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന തരത്തിലേക്ക് മുൻപോട്ട് നിർത്തിയിട്ടുള്ള രാഹുൽ ഗാന്ധി ആണെങ്കിൽ പോലും പിന്നാമ്പുറങ്ങളിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ച പാർട്ടിയെ നയിക്കുന്നത് പാർട്ടിയുടെ അധ്യക്ഷനായ മല്ലികാർജ്ജുന ഖാർഗെ തന്നെയാണ്. അതുകൊണ്ടാണ് ഒരു ഘട്ടത്തിൽ ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തിയാൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി മല്ലികാർജ്ജുന ഖാർഗെയെയും പരിഗണിക്കണം എന്ന ഒരു അവകാശവാദം ഇന്ത്യ സഖ്യത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഉയർന്നിരുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്ന ഘട്ടത്തിൽ പോലും BJP മുൻപോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രചരണ ആയുധം അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തെ പ്രതിരോധിക്കുന്ന ഒരു ആയുധം ആരായിരിക്കും ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്ന ചോദ്യമായിരുന്നു. 5 പ്രധാനമന്ത്രിമാരായിരിക്കും ഒരുപക്ഷെ ഇന്ത്യ സഖ്യത്തിന് ഉണ്ടാകുക എന്ന ഒരു ആരോപണം BJP ഉയർത്തിയിരുന്നു. അതിനെല്ലാം മറുപടിയായി ജയറാം രമേശ് അടക്കമുള്ള കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കന്മാരെല്ലാം അതിന് കൃത്യമായ മറുപടി നൽകിയിരുന്നു. അധികാരത്തിൽ വരികയാണെങ്കിൽ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരികയാണെങ്കിൽ 3 ദിവസത്തിനുള്ളിൽ ആരായിരിക്കും ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പ്രഖ്യാപിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഇവിടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും എന്ന് ഉറപ്പ് നൽകുമ്പോൾ BJP അവിടെ സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിക്കുന്ന തിരക്കിലാണെന്ന് പറയുന്നു. എന്തായാലും വിധി തീരുമാനിക്കേണ്ടത് NDAയോ ഇന്ത്യ സഖ്യമോ ഒന്നുമല്ല, ജനമാണ്. അവസാനഘട്ട തെരഞ്ഞെടുപ്പ് കൂടി കഴിയുമ്പോൾ ജൂൺ 4-ാം തീയതി, അതായത് ഇനി 4 ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ ഈ രാജ്യത്തിൻ്റെ 18ാമത്തെ മന്ത്രിസഭയിലേക്ക് ആര് അധികാരത്തിൽ എത്തുമെന്ന വിധി ജനം അറിയുവാൻ പോവുകയാണ്.